ഇന്ത്യ മുന്നണി വീണ്ടും പിളർപ്പിലേക്ക് മാറുകയാണ്. ജാർഖണ്ഡിലെ കാര്യങ്ങൾ തകിടം മറിയുന്നു. അവിടെ ഇനിയിപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്കാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അത് ശാശ്വതമായി പോകുമോ? ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും ഒരു വലിയ വൈതരണിയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ തുടക്കം ബീഹാറാണ്. ബീഹാർ ഇലക്ഷന് ജാർഖണ്ഡ് മുക്തി മോർച്ച ബീഹാറിൻ്റെ ബോർഡറിൽ വരുന്ന ഒരു 12 സീറ്റുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് 6 സീറ്റിലപ്പുറം നൽകാൻ കഴിയില്ല എന്നാണ് RJD പറഞ്ഞത്. അന്നൊരു പക്ഷേ കോൺഗ്രസ് കൂടെ ഇടപെട്ട് അതൊരു രമ്യതയിലാക്കിയിരുന്നെങ്കിൽ ഒരു 8 സീറ്റോ വല്ലതൊക്കെ പറഞ്ഞ് ഒതുക്കിയിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും RJDക്കും ഗുണം ചെയ്തേനെ, കോൺഗ്രസിനും ഗുണം ചെയ്തേനെ, ഇന്ത്യ മുന്നണിക്കും ഗുണം ചെയ്തേനെ. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അന്ന് അവർ തെറ്റിപ്പിരിഞ്ഞു പോയി. അതിൻ്റെ ഫലമായിട്ട് ട്രൈബൽ മേഖലയിൽ മുഴുവൻ BJPക്ക് നല്ല പിന്തുണ ലഭിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അന്ന് തന്നെ ഈ JMM BJPക്ക് പിന്നിൽ നിന്ന് പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് അവിടുത്തെ പല റിസൾട്ടുകളും വന്നത്. അപ്പം അത് അങ്ങനെ നിൽക്കവെയാണ് ഈ അകൽച്ച ഇപ്പോൾ വളരെ വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നു. അവരിപ്പോൾ ഇന്ത്യ മുന്നണി വിട്ടുപോകുമെന്ന് ഹേമന്ത് സോറൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹേമന്ത് സോറനെ NDAയിലേക്ക് ക്ഷണിക്കാൻ ഒരുപക്ഷെ NDA നേതൃത്വം താല്പര്യം കാണിച്ചേക്കും. കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ വേറൊരു ഭരണമാറ്റത്തിന് ഇപ്പോൾ ഉടനെ ഒന്നും ചാൻസ് ഇല്ല. അപ്പം വന്നാലും ഒരു ഇലക്ഷൻ നടത്തി വീണ്ടും ഒരു സെറ്റപ്പിലേക്ക് പോകാൻ കുറേ കൂടെ ടൈം എടുക്കും. അവിടെ BJPക്ക് ഇപ്പോൾ അവിടെ അത്രയ്ക്കൊരു മേൽക്കോയ്മയ്ക്കുള്ള കാര്യവുമില്ല. കാരണം 81 സീറ്റുള്ളിടത്ത് 21 സീറ്റാണ് കഴിഞ്ഞ തവണ തന്നെ BJPക്ക് നേടാൻ കഴിഞ്ഞത്. പിന്നെ JDUവിൻ്റെ ഒരു സീറ്റും മറ്റ് 2 പേരുടെ ഓരോ സീറ്റുകളും ഒക്കെ ഉള്ളൂ. LJPയുടെ അതെ, AJS. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് 23 സീറ്റ് NDAക്ക് ഉള്ളൂ. ആ സീറ്റിൽ ഇനിയിപ്പോൾ ഒരു വർധനവ് വലിയ തോതിൽ വന്ന് 81-ൽ ഭരണം പിടിക്കത്തക്ക വിധത്തിൽ ഒരു 42-നപ്പുറം വരാനുള്ള സാഹചര്യം ഇപ്പം നിലവിലില്ല. BJPക്ക് 21 ഉണ്ട്. BJPക്ക് 21 ഉണ്ട്. ഞാൻ പറഞ്ഞു വേറൊരു ഇലക്ഷൻ നടത്തിയൊക്കെ വരുന്നതിനേക്കാൾ ഇപ്പം ഏറ്റവും അനുകൂലം എന്ന് പറയുന്നത് 2 പേരും കൂടെ ചേർന്ന് ഒരു മുന്നണിയായിട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ JMM തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ മിക്കവാറും അവരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുവരികയാണെങ്കിൽ NDAയിൽ എടുത്തുകൊണ്ട് ഒരുപക്ഷെ JMMന് മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി BJPക്ക് വരുന്ന വിധത്തിൽ ഒരു മന്ത്രിസഭ അവിടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹേമന്ത് സോറൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇവിടെ BJPക്ക് വളരാനുള്ള സാധ്യതയുള്ള മണ്ണാണോ? ട്രൈബൽ മേഖലയിൽ സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് ഉത്തമനായ ഒരു നേതാവിനെ അവിടെ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഷിബു സോറൻ എന്ന് പറയുന്ന ഹേമന്ത് സോറൻ്റെ പിതാവ് തന്നെ അവിടെ വലിയൊരു ട്രൈബൽ മേഖലയുടെ വക്താവായിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹേമന്ത് സോറൻ കൂടെ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ വളരെ സജീവമായിട്ട് അവിടെ നിൽക്കുന്നതോടുകൂടി ട്രൈബൽ മേഖലയുടെ ഒരു പ്രാതിനിധ്യം അവർക്ക് കൂടുതലുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നുകൊണ്ട് കുറേശ്ശെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും BJPക്ക് നല്ലത് എന്ന് അവർ കരുതുന്നുണ്ടാവാം. അതായിരിക്കും ഇപ്പോൾ JMMുമായിട്ട് ചേർന്ന് പോകാൻ ഒരുപക്ഷെ തീരുമാനിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം. അങ്ങനെ ഒരു നീക്കുപോക്ക് വരികയാണെങ്കിൽ ബീഹാറിനൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ജാർഖണ്ഡും കൂടെ ഒരു കാവി നിറത്തിലേക്ക് മാറാൻ പോവുകയാണ് എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ഒരു സഖ്യകക്ഷിയായിട്ട് നിന്ന് ഒരു ഭരണമുള്ളതും കൂടെ ഇല്ലാതാകാൻ പോകുന്നു. കോൺഗ്രസ്സിന് ഇന്ത്യ ഭൂപടത്തിൽ ഒരു അധ്യായം കൂടെ കുറയുമ്പോൾ BJPക്ക് മറ്റൊന്ന് കൂടിച്ചേരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അല്ല, ഇത് വലിയൊരു തിരിച്ചടിയല്ലേ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത്? ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. കാരണം കിഴക്കൻ മേഖലയിൽ ഇനിയിപ്പോൾ മമതയുടെ ബംഗാൾ മാത്രമേ അവർക്ക് ഒരു പച്ചത്തുരുത്തായിട്ട് നിൽപ്പുള്ളൂ. അല്ല, ബംഗാളിൽ അങ്ങനെ പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ. അവിടെ തൃണമൂൽ കോൺഗ്രസും BJPയുമാണല്ലോ. അതെ, ഡയറക്റ്റ് ഫൈറ്റ് ആയി. കോൺഗ്രസിന് ഇനി അതിനകത്ത് രക്ഷയില്ല. അല്ലെ, ഇന്ത്യ മുന്നണിയിലുള്ള ഒരാളാണല്ലോ മമത. ആ ഒരു ഇതിലാണ് ഞാൻ പൊതുവെ ഇടഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ ഇനിയിപ്പം പിക്ചർ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യ മുന്നണിയിൽ മമതയ്ക്ക് ഒരു സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ മമത ഇതിൻ്റെ തലപ്പത്തേക്ക് വരണമെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. മമത ഇപ്പോൾ പോകാത്തത് ബംഗാൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. ബംഗാൾ ഇലക്ഷൻ ഇപ്പോൾ ഉടനെ ഏപ്രിലിന് മുമ്പ് വരികയാണ്. കേരളത്തിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മമതയ്ക്ക് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനം ഏറ്റെടുക്കാത്തത്. അവിടെ നിന്ന് പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും മമത പുറത്തു ചാടി ഇന്ത്യ മുന്നണിയുമായി നിന്ന് BJPയെ വിറപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജയിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ അവർ ഒതുങ്ങിക്കൂടി വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് അവിടെ പോയേക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളായിരിക്കും ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന് തോന്നുന്നു.
കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ പലർക്കും രുചിക്കുന്നില്ല. ഇത് തന്നെയാണ് ഈ ജയമോഹൻ്റെ അതേ അവസ്ഥയിലാണ് SP നിൽക്കുന്നത്. SP-ക്കും പറയുന്നുണ്ട് ഞങ്ങൾക്കിനി വലിയ സീറ്റൊന്നും അവിടെ കൊടുക്കാൻ കഴിയില്ല. RJDക്ക് വന്ന പോലെ വൻ പരാജയം ഏറ്റെടുത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാനുള്ള ചാൻസ് പോലും ഉണ്ടെങ്കിൽ അത് കളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞാണ് SP അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അഖിലേഷ് യാദവ് UP-യിൽ വലിയ വിട്ടുവീഴ്ചയ്ക്കൊന്നും ഇനി കോൺഗ്രസ്സിന് സഹായം ചെയ്യില്ല. പിന്നെ മഹാരാഷ്ട്രയിലും ഇതേ അവസ്ഥയാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പം അവിടെ BMCയിലെ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ഷനിൽ കോൺഗ്രസ്സിനെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ടീമിൻ്റെ ഒരു നിലപാട്. നമുക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാം, നിങ്ങളും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലാണ് പല സംസ്ഥാനങ്ങളും നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് കർണാടകയാണ് ഒരുവിധം പച്ചയിൽ നിന്നത്. അപ്പം നമ്മളിന്ന് ലാസ്റ്റ് ചർച്ചയിൽ നമ്മളും പറഞ്ഞത് ഇതാണ്, കർണാടകയും അത്ര ശുഭകരമല്ല. കർണാടകയിൽ എല്ലാം വെടിതീർന്നു, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങോട് കൂടി എല്ലാം ശരിയായി എന്ന് പറഞ്ഞത് വെറുതെയാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞതാണ്. 2 ദിവസം കഴിയുമ്പോൾ ഇത് മാറും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സിദ്ധരാമയ്യ വീണ്ടും ഹൈക്കമാൻഡിനെ കാണാനുള്ള ശ്രമമാണ്. ശിവകുമാറിനെ ഈ 5 വർഷവും തടുത്തു നിർത്തണം, 28-ന് ശേഷം ശിവകുമാറിന് കൊടുക്കാമെന്നുള്ള രീതിയിലേക്കാണ് സിദ്ധരാമയ്യയുടെ ഇപ്പോഴത്തെ നീക്കം. അത് ശിവകുമാറിനോട്ട് അംഗീകാരവുമല്ല. കാരണം 28 ആകുമ്പോൾ വീണ്ടും പുള്ളി പ്ലേറ്റ് മാറ്റും. ഞാനാണ് ഇത്രയും നന്നായിട്ട് ഭരിച്ചത്, ഞാൻ തന്നെ ഇരുന്ന് ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മാറാമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം വീണ്ടും അതേപോലെ കളിക്കാനുള്ള പരിപാടിയാണ് ഭരണം കിട്ടിയാൽ. പിന്നെ ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങ് പ്രതിപക്ഷ നേതാവായിട്ടോ എന്തെങ്കിലുമായിട്ടിരുന്ന് പോകാമല്ലോ എന്നുള്ള ചിന്തയിലാണ് സിദ്ധരാമയ്യ നിൽക്കുന്നത്. അപ്പം ശിവകുമാറിനെ വീണ്ടും കച്ചി തൊടിയിക്കില്ലെന്നുള്ളതാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ശിവകുമാറും ഒരു പക്ഷേ മറ്റൊരു ഹേമന്ത് സോറനായി NDAയിലേക്ക് വന്നുകൂടായില്ല. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്കേക്കാൾ വലിയ തലവേദന ഇപ്പം കോൺഗ്രസ്സിന് വന്നു ചേരുകയാണ്. കോൺഗ്രസ് ഈ പ്രശ്നങ്ങളൊന്നും കറക്റ്റായിട്ട് പരിഹരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കർണാടക വിഷയം വന്നപ്പോൾ പറഞ്ഞതാണ്. ബീഹാറിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. ഇപ്പോൾ ലാലുവും കുടുംബവും പറയുന്നത് ഞങ്ങളെ തോൽപ്പിച്ചത് ഈ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ നയമില്ലായ്മ, കൂട്ടുകെട്ട്, നയമില്ലായ്മ, താഴെത്തട്ടിൽ ആളില്ലായ്മ, പ്രവർത്തനത്തിൽ കോർഡിനേഷൻ ഇല്ലായ്മ, പിന്നെ ലാലുവിൻ്റെ പുത്രനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറാകാതിരുന്നത്, നമ്മുടെ തേജസ്വിയെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് നടന്നില്ല. അപ്പം ഇതൊക്കെ പിന്നീടാണ് ബലം പിടിച്ചാണ് പിന്നീട് അവർക്ക് നടത്തിക്കേണ്ടി വന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നോർത്ത് ഇന്ത്യയിലും ഇപ്പോൾ കർണാടകയിൽ വന്നപ്പോൾ സൗത്ത് ഇന്ത്യയിലും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ്സിനും വലിയ കീറാമുട്ടികൾ കിടക്കുകയാണ്. ഇതവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ നേതൃത്വത്തിൻ്റെ വൻ പരാജയമായിട്ടും വരികയാണ്. അഹമ്മദ് പട്ടേലിൻ്റെ പുത്രൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കുടുംബം ഇതിൻ്റെ തലേന്ന് പോകാതെ കോൺഗ്രസ്സിന് ഗതി ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും ഈ കുടുംബം മൊത്തം ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഫൈസൽ അഹമ്മദ് പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പിതാവിൻ്റെ കാലത്ത് ഇതൊരു നന്നായിട്ട് കൊണ്ടുവരുന്നു, സോണിയയ്ക്ക് നല്ല ഉപദേശം കൊടുക്കുമായിരുന്നു, അന്ന് അവരിത് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് പാർട്ടി കുഴപ്പമില്ലാതെ പോയി. ഇപ്പോൾ അതങ്ങ് അത്തരത്തിലുള്ള ആരുമില്ല. KC വേണുഗോപാലിനെ കൊണ്ടൊന്നും അതിനൊന്നും കൊള്ളില്ല. അതുകൊണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് ഈ ടീമെല്ലാം മാറി നല്ല ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. തരൂരൊക്കെ 25 ഇരട്ടി നല്ലതായിരുന്നു എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇപ്പോൾ അതൊക്കെ ഫലവത്താകുന്ന വിധത്തിലാണ് ഇപ്പം ജാർഖണ്ഡിലെയും കർണാടകത്തിലെയൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ശശി തരൂരിൻ്റെ വാക്കുകൾക്ക് ഒന്നുകൂടെ വിലയേറുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ശശി തരൂർ ഒരു ഹീറോ ആയിട്ട് അവിടെ വീണ്ടും വരുന്നു. പക്ഷേ ശശി തരൂർ ഏതാണ്ട് ഉടുപ്പ് മാറ്റിയ ലക്ഷണത്തിലാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.